അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. ഞാനെപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണം. ഈശോയെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം ഞാൻ 100 വട്ടം കണ്ട് അനുഭവിച്ച 10,000 മനുഷ്യരിൽ അനുഭവേദ്യമായ സഭയിലുള്ള നിന്റെ സാന്നിധ്യം. കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. നീ അവരെ കരുണയോടെ ആദ്യതയോടെ ഞങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട്. അവൻ മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ പാതാളങ്ങൾ ഇറങ്ങിയെന്ന്. അത് ഈശോയെ, മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം
നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട് ഈശോയെ. രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട് ഈശോ. ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ. ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ. ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക ചില കടങ്ങൾ, ചിലയിടത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട് ഈശോയെ. മനുഷ്യൻ്റെ എല്ലാ പാതാളങ്ങളിലേക്കും കല്യാണം കെട്ടാതെ വയസ്സായി നരച്ചു പോയി, ഇല്ലാതെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങളും പോയി, അങ്ങനെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട് ഈശോയെ. നീയാണ് പുനരുദ്ധാനം, നീ മാത്രമാണ് പുനരുദ്ധാനം. ഞങ്ങളുടെ എല്ലാ നഷ്ടപ്പെട്ട പ്രതീക്ഷകളും, അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ, തിരുവുത്ഥാന പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തെ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. പിതാമ്പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഡെയിലി ബ്രെഡിൽ ധ്യാനിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ സ്ഥൈര്യലേപനമാണ്. നിങ്ങളിത് അച്ഛൻ ഇങ്ങനെ കവളാസ് പൊട്ടിക്കണ പോലെ കാണരുത്. മറിച്ച് നമുക്ക് സ്ഥൈര്യലേപനം ഉണ്ടല്ലേ ക്രിസ്ത്യൻസിനെ. വിശ്വാസത്തിൽ സ്ഥിരപ്പെടുക, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ സ്ഥിരപ്പെടുക, അതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വാങ്ങിക്കുക. നമ്മൾ പെന്തക്കോസ്ത ദിവസത്തിലേക്ക് ധ്യാനപൂർവ്വം സഞ്ചരിക്കുകയാണ് സഭ. ഞാനിന്ന് തിരിച്ചു പറയണത് ദൈവത്തിൻ്റെ സ്ഥൈര്യലേപനത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളൊക്കെ നമുക്കല്ലേ സ്ഥൈര്യലേപനം, ദൈവത്തിന് എങ്ങനെ സ്ഥൈര്യലേപനം ചെയ്യണം എന്ന് വെച്ചാൽ ദൈവം നമ്മളെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ടവനായിരിക്കണം. അത് നമ്മൾ സ്ഥിരപ്പെടുന്നതിനേക്കാളും 1000 മടങ്ങ് പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ഇപ്പം നമ്മളെക്കുറിച്ച് നമ്മളോടുള്ള വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെന്നുള്ള കാര്യത്തിൽ ദൈവം സ്ഥിരപ്പെട്ടവനായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ജന്മം മൊത്തം തലകുത്തി നടന്ന് കസരത്ത് കാണിച്ചിട്ടും ഒരു മീഡിയം വളർച്ച ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം, ഇപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവനാവട്ടെ അവരിൽ വിശ്വസിച്ചില്ല എന്ന്. അത് കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞായിരുന്നു. അത് ഇതിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. കാര്യം വെച്ചാൽ സെൻറ്റ് ജോണിൻ്റെ സുവിശേഷമല്ലേ, സെൻറ്റ് ജോണിൻ്റെ ഓരോ അത്ഭുതം കഴിയുമ്പോഴും ഈ നമ്മുടെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമില്ലേ, അതിൻ്റെ ഓരോ സുവിശേഷം കഴിയുമ്പോഴും ഓരോ മിറക്കിൾസ് കഴിയുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയുന്ന വാക്കാണത്, അങ്ങനെ അവർ അവനിൽ വിശ്വസിച്ചു. ഓരോ ഘട്ടം കഴിയുമ്പോഴും പറയും അങ്ങനെ. ഇപ്പോൾ ഉദാഹരണത്തിന് കാനായിലെ കല്യാണത്തിൽ വെള്ളം പിഞ്ഞാക്കി കഴിഞ്ഞ് അതിൻ്റെ പരിസമാപ്തി വരുമ്പോൾ എന്താ പറയണത്? യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ, അതാണ് പോയിന്റ്. എല്ലാ മിറക്കളും കഴിയുമ്പോൾ ഇത് പറയും യോഹന്നാൻ, എന്താണ്? അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴില്ലേ, നിക്കോദേമോസോട് സംസാരിച്ചതിന് ശേഷം യോഹന്നാൻ അതിൻ്റെ കൺക്ലൂഷൻ എഴുതി ചേർക്കുന്നുണ്ട്. അത് മനോഹരമാണ്. അത് യോഹന്നാൻ 3:36
പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവന്റെ മേലുണ്ട്. ദൈവം അവൻ്റെ മേലുണ്ട്. അപ്പം എൻ്റെ മെയിൻ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്നും പറഞ്ഞാണ് ആ 3-ാം അധ്യായം അവസാനിക്കേണ്ടത്. ഇനിയിപ്പോൾ 4-ാം അധ്യായത്തിലേക്ക് വരാം. 4-ാം അധ്യായത്തിലെ ഡിസ്കോഴ്സ് ആരുമായിട്ടാണെന്ന് അറിയാമോ? സമറിയക്കാരിയുമായിട്ടുള്ള ഈശോയുടെ ഡിസ്കഷനാണ്. അത് അവസാനിക്കണത് എങ്ങനെയാണെന്ന് നോക്കിയേ. യോഹന്നാൻ 4:42. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഓരോ അധ്യായം കഴിയുമ്പോഴും ആദ്യം കാനായിലെ സ്ത്രീയെ അവതരിപ്പിക്കും. എന്നിട്ട് പറയും അങ്ങനെ അവർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയും. പിന്നീട് മൂന്നാമത്തെ അധ്യായത്തിൽ നിക്കോദീമോസ് അവതരിപ്പിച്ചിട്ട് പറയും അവനിൽ വിശ്വസിച്ചു, അവന് വിശ്വസിക്കുന്ന നിത്യജീവനുണ്ടെന്ന് പറയും. 4-ാം അധ്യായത്തിൽ സമരക്കാരനെ അവതരിപ്പിച്ചിട്ട് ജനങ്ങൾ സമരക്കാരിൽ നിന്ന് സുവിശേഷം കേട്ടതിന് ശേഷം അവളോട് പറയും, ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടിരിക്കുന്നു, അവനാണ് ക്രിസ്തു എന്ന് വിശ്വസിച്ചിരിക്കുന്നു. ഇത് മനോഹരമാണെന്നറിയാമോ? ഇത് കേൾക്കണ ഞാനിത് വേറെ പുസ്തകത്തിൽ നോക്കി പറയണല്ല കേട്ടോ, പഠിച്ച് കമൻറ്റർ നോക്കി പറയണല്ല. എൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തോണ്ടി പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വെള്ളി കൂടി പോകേണ്ടെന്ന്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ 4 തന്നെ രാജസേവകൻ്റെ കർത്താവ് എൻ്റെ പുത്രൻ രോഗബാധിതനായി വീട്ടിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് പിന്നീട് രാജസേവകൻ്റെ റെസ്പോൺസ് കണ്ട യോഹന്നാൻ 4:53 നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബവും മുഴുവൻ വിശ്വസിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 4 അധ്യായങ്ങളിൽ ഇങ്ങനെ പറയുന്നു. ഇനി അങ്ങനെ തുടർച്ചയായിട്ട് പറയേണ്ടത് അങ്ങനെ അവനിൽ വിശ്വസിച്ചു എന്ന്. ഓരോ അധ്യായം എഴുതണത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഈശോയിൽ വിശ്വസിച്ചു എന്ന്, ഈശോ മനുഷ്യരാശിക്ക് വിശ്വസിച്ച് രക്ഷപ്പെടാനുള്ള ദൈവത്തിൻ്റെ ഏക പദ്ധതിയാണെന്നുള്ളതാണ് യോഹന്നാൻ പറയണത്. അപ്പോൾ യോഹന്നാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കൽ യോഹന്നാൻ പറയും, ഇതിൻ്റെ ഇടയ്ക്ക് പറയവേ, കർത്താവിന് അവരെല്ലാം വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അവനാവട്ടെ അവരിൽ വിശ്വസിച്ചില്ലെന്നും പറയും. അതാണ് വിഷയം. അതെന്ത് രസമാണെന്ന് കേൾക്കാൻ. യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരിക്കുന്നു. മനുഷ്യനെ കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. എന്തൊരു തട്ടാണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നെന്ന്. ആരൊക്കെ ഇനി റെക്കമെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതൊരു വല്ലാത്തൊരു വിഷയമാണ് കേട്ടോ. ദൈവതിരുസന്നിധി സ്വീകാര്യനല്ലാത്ത ഒരു വ്യക്തിക്കും വേറൊരാളുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനോ അവൻ്റെ ജീവിത തടസ്സങ്ങളെ പരിഹരിക്കാനോ ഒന്നും പറ്റത്തില്ല. കാര്യം മനുഷ്യൻ ഉള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നെന്ന്. അവനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരാളെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ തന്നെ ദൈവം അവനറിയുന്നില്ലേ. എന്നുവെച്ചാൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ റിസ്ക് വേണമെന്നാണ് അർത്ഥം. വഴിയെ പോണവനും വായി നോക്കിക്കും മധ്യസ്ഥ പ്രാർത്ഥന നടക്കത്തില്ലെന്ന് അർത്ഥം. അതിന് പേപ്പർ വണ്ടി ചെക്ക് നമ്മൾ എഴുതത്തില്ലേ. ഇപ്പം നമ്മൾ ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ ഉടനെ ചോദിക്കത്തില്ല എന്താ വണ്ടിയാണെന്ന് ചോദിക്കുക. ഞാൻ ചില സ്ഥലത്തവർക്ക് നമ്മുടെ ഈ പ്രാർത്ഥനകൾ പലതും വണ്ടി ചെക്കായി പോകുന്നുണ്ട്. എന്താ കാര്യം? ബാങ്കിൽ പണമില്ലെങ്കിൽ സാധനം മുടങ്ങും. നമ്മളൊരാളിന് ഇപ്പം നിങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിച്ച്, മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. ആദ്യം തിരക്കേണ്ടത് നിങ്ങളുടെ ഡിപ്പോസിറ്റിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഉണ്ടോയെന്ന് നോക്കണം. ഈ ഉടമ്പടി ഇങ്ങനെ നിന്ന് കത്തണത് എന്തുകൊണ്ടാണ്? ഉടമ്പടി അടിക്കടി ഡെപ്പോസിറ്റ് അല്ലേ. ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും
ഓരോ പ്രവർത്തനങ്ങളിലൂടെയും ഓരോ വിശ്വാസ കൈമാറ്റ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ ആസ്തി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം പിന്നെ നമ്മൾ ചെക്ക് എഴുതിയാൽ പിന്നെ എങ്ങനെ മടങ്ങത്തില്ല. ഉടമ്പടിക്കാർക്ക് ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്, നമുക്ക് പിന്നീട് കാണാതെ. അപ്പം അതുകൊണ്ട് ചെക്ക് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ചെക്ക് മടങ്ങത്തിൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം. എന്നുവെച്ചാൽ കർത്താവിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങളുണ്ടാകണം. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം കരുതി വെക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 6:19-20. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കാൻ പറയുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലായില്ലേ? ആ സാധ്യതയാണ് ഉടമ്പടിയിൽ വലിയ സൽപ്രവർത്തികൾ നിക്ഷേപമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിക്കാർക്ക് വേറെ, അതുകൊണ്ടാണ് ഉടമ്പടിയുടെ പ്രേക്ഷിതർ അവർ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നിന്ന് ഭരിക്കാൻ കണ്ടില്ല. അവർ സാക്ഷ്യം പറയില്ല, ഈ ചേച്ചിയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്, ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്, ആ ചേച്ചിയുടെ പ്രാർത്ഥനയാണ് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടെന്ന്. അതപ്പോൾ കാര്യം അവർക്ക് വണ്ടിച്ചക്കല്ല, അവർക്ക് നല്ല ആസ്തിഭദ്രതയുണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ. ഞങ്ങളിപ്പോൾ തുടങ്ങിയത് സ്ഥലത്ത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്ഥൈര്യലേപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദൈവം അവനാവട്ടെ അവർ വിശ്വസിച്ചില്ല, കാരണം മനുഷ്യമുള്ളത് എന്തെന്ന് അവനെ അറിയാമായിരുന്നു. ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് എന്താണ്? ദൈവം നമ്മളെ വിശ്വാസത്തിലെടുക്കണം, ദൈവം നമ്മളെ വിശ്വസിക്കണം. അതാണ് ദൈവത്തിൻ്റെ സ്ഥൈര്യം. അവനെക്കുറിച്ച് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തിന് സ്ഥൈര്യം ഉണ്ടാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും മാതാവിനും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് റിനി, ഞാൻ കോവളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീർക്കാൻ മാതാവ് നൽകിയ വലിയ കൃപയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു അമ്മയോടും ദൈവകുമാരനോടും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയൊരു സാക്ഷ്യം ഞാൻ അമ്മ മാതാവിൻ്റെ മുമ്പിൽ പറയുന്നതിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് വിജി എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ്. ആൾ അമ്മയുടെ വലിയ ഭക്തയായിരുന്നു. എപ്പോഴും ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനം ഇടുകയും നമ്മൾ ഒരുമിച്ചിരുന്ന് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ പറയും, ചേച്ചിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ചേച്ചി സ്വന്തം അമ്മയോട് പറയുന്നത് പോലെ മാതാവിനോട് പറയുക, അമ്മയോട് നമുക്ക് എന്ത് സങ്കടവും പറയാമല്ലോ, ചേച്ചി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അതിൽ നിന്ന് കിട്ടിയതിൻ്റെ ഫലം എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേച്ചി വന്ന് ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മാതാവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും എന്നോട് പറയുകയും ഞാൻ വന്ന് 2022 ഡിസംബർ 4 ഉടമ്പടി എടുക്കുകയുണ്ടായി. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കലിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചു. ഞാൻ അതിവിടെ സാക്ഷിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ എനിക്ക് ആ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. അത് കഴിഞ്ഞ് ഒരു 2 വർഷക്കാലം ഞാൻ ജോലിയില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടി. എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖം ഉണ്ടായി. കാര്യം അമ്മയ്ക്ക് പെട്ടെന്ന് ഷുഗറൊക്കെ കുറഞ്ഞ് അമ്മ വെൻറ്റിലേറ്ററിലായിരുന്നു. അപ്പോൾ അമ്മയെ നോക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ ആയതിന് ശേഷമാണ് എനിക്ക് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ ജോലി നഷ്ടമായി. ഞാൻ അവിടെ സെയിൽസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രൈവറ്റ് ബാങ്കിൽ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. ഞാൻ വളരെയധികം വിഷമത്തിലായിരുന്നു. എന്ത് ജോലി കിട്ടിയാലും ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ ഒരു തൂപ്പ് ജോലിയെങ്കിലും കിട്ടിയെങ്കിൽ പോവാം എന്ന് ഞാൻ പറയും. കാര്യം എനിക്ക് EMI കാര്യങ്ങളൊക്കെ ഉണ്ട്, അടയ്ക്കാനുള്ള നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ പറയുമായിരുന്നു. എൻ്റെ കൂട്ടുകാരിയുടെ അടുത്തും പറയും. അപ്പം പറയും, ചേച്ചി പോയി ഉടമ്പടിയിൽ വച്ച് ചേച്ചി പ്രാർത്ഥിക്കും. ഞാൻ അടുത്ത ഉടമ്പടിയിൽ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കലിന് വിഷയം വെച്ചു പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും, മാതാവേ എനിക്കൊരു ജോലി മാതാവ് നൽകണമെന്ന്. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് SBIയിൽ ഒരു ഇൻ്റർവ്യൂവിന് എനിക്കൊരു ചാൻസ് കിട്ടി. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ വളരെയധികം ടഫായിരുന്നു. പക്ഷേ ഞാൻ പോകാനും ഒരുപാട് മടിച്ചു. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്തത്. അപ്പോൾ ഇവിടെ SBIയിലൊക്കെ പോകുമ്പോൾ എന്തുമാത്രം ആ ഒരു ബുദ്ധിമുട്ടൊന്ന് കരുതി ഞാൻ പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കാശ് രൂപം ഉള്ളം കയ്യിൽ പിടിച്ച്
വിളിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അവിടെ ചെന്നപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന സാറൊക്കെ നല്ല ചിരിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. എന്നെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യങ്ങളും ചോദിപ്പിച്ചില്ല. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവരെൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ എൻ്റെ മാതാവിൻ്റെ മുഖമാണ് ഞാൻ അവിടെ കാണുന്നത്. വളരെയധികം സന്തോഷത്തോടെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, വീട്ടിൽ വന്നു. ഒരുപാട് നാളായിട്ടും എനിക്ക് അപ്പോയിൻമെൻറ്റ് വന്നില്ല, ലെറ്ററൊന്നും വന്നില്ല. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ജോലിക്ക് ജോയിനിങ് ആയി. 2025 ഓഗസ്റ്റ് 14 ഞാൻ SBIയിൽ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ മാനേജർ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മാനേജർ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, റിനി ഡബിൾ പ്രൊമോഷനിൽ കുറഞ്ഞ് റിനി വേറെ ഒന്നും നോക്കരുത്. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. റിനിക്ക് പറ്റും, റിനി ചെയ്യണം, പ്രൊമോഷൻ എടുക്കണം എന്ന് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. ഞാൻ മാതാവിനോട് തന്നെ ഞാൻ അടുത്ത ഉടമ്പടിയിൽ വിഷയം വെച്ചു. മാതാവേ, എനിക്കറിയില്ല ഞാൻ എങ്ങനെ എത്തുമെന്നും എനിക്കറിയത്തില്ല. കാര്യം ഇനി 5 മാസത്തെ സമയമേ ഉള്ളൂ മാർച്ച് കഴിയാനായിട്ട്. കാര്യം 3 മാസം നമുക്കല്ലാതെ കുറച്ച് റിക്രൂട്ട്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് അവർ നമുക്ക് സമയം തരും. പിന്നെ ഒരു 5 മാസം മാർച്ചിനകത്ത് വെച്ച് അവർ പറഞ്ഞ ഫിഗർ എത്തി ഡബിൾ പ്രൊമോഷനിലെത്തണം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബ്രാഞ്ചിൽ തന്നെ 4 വർഷവും 3 വർഷവും ആയ ആൾക്കാർ ഇരിപ്പുണ്ട് പ്രൊമോഷൻ എടുക്കാതെ. ഞാൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. ഓരോ ആവശ്യത്തിനും ഞാൻ ഓരോ കസ്റ്റമറെ കാണാൻ പോകുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ ഉപ്പ് കയ്യിൽ കൊണ്ടുപോയിട്ട് ഉപ്പ് വിതറി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. ഞാൻ ഒരു വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിച്ച് എനിക്കത് കിട്ടൂല എന്ന് വന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത്. പക്ഷേ എനിക്കത് അവിടെ നഷ്ടപ്പെട്ടെങ്കിലും മാതാവ് എനിക്ക് വേറൊരിടത്തു നിന്ന് എനിക്കത് കൂട്ടിച്ചേർത്ത് തന്നു. അത്ഭുതം തന്നെയാണ് പറയാൻ. 5 മാസം കൊണ്ട് ഡെവലപ്മെൻറ്റ് മാനേജർ എന്നുള്ള പോസ്റ്റിൽ നിന്ന് മാതാവ് എനിക്ക് ഡബിൾ പ്രൊമോഷൻ എടുക്കാനുള്ള വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. ഇന്ന് ഞാൻ ഈ സന്നിധിയിൽ വരാൻ ഇരുന്ന ഒരു വ്യക്തിയല്ല. കാര്യം എനിക്കിനി അടുത്ത മാസം ലാസ്റ്റ് എനിക്ക് ഉടമ്പടി പുതുക്കിയാൽ മതി. അപ്പോൾ ഇന്നലെ എൻ്റെ ചേച്ചി പറയണേ, ഞാൻ ഇന്ന് കൃപാസനത്തിൽ പോകുന്നെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചി ഞാനും വരുന്നു എന്ന് പറഞ്ഞ് രാത്രി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞാനിവിടെ വന്ന് വളരെ ക്ഷീണിതയായിരുന്നു. ഞാൻ കുറേ നേരം കിടന്നു ഇവിടെ വന്നു പ്രാർത്ഥനയൊക്കെ കണ്ടു, കുർബാന കണ്ടു എല്ലാം. അപ്പോൾ ലീവിൻ്റെ കാര്യത്തിന് ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാർ എന്നോട് പറയുകയാണ്, റിനി മന്ത് എൻ്റെ ആണ്, എങ്ങനെ നിനക്ക് ലീവ് തരും? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എവിടെ ഇരുന്നാലും ഞാൻ വർക്ക് ചെയ്യും സാറേ. ഓക്കെ ശരി, റിനി പോയിട്ട് വാ, പള്ളിയിലല്ലേ പോകുന്നേ എന്ന് പറയുകയുണ്ടായി. ഞാൻ ആ ബാക്കിൽ വന്ന് ഞാൻ ഇന്ന് കിടന്നു. കാര്യം എനിക്ക് അത്രയും ക്ഷീണമായിരുന്നു. എൻ്റെ ചേച്ചിയും മോളും ഒക്കെ ഉടമ്പടി എടുക്കാനൊക്കെ പോയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് വരുന്ന റാലിയൊക്കെ നോക്കി അങ്ങനെ പ്രാർത്ഥിച്ച് അവരെ ഒപ്പം മറിയത്തിൻ്റെ പാട്ടൊക്കെ പാടി ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഫോണിൽ 11:20 ആയപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ് വരുന്നു, എനിക്ക് പ്രൊമോഷൻ ലിസ്റ്റ് വന്നു എൻ്റെ ഫോണിൽ. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ കണ്ട് നിറകണ്ണീരോടെ ഞാൻ ഓടി ഞാൻ സിസ്റ്റർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഡബിൾ പ്രൊമോഷനായി എന്നുള്ള ലിസ്റ്റ് എനിക്ക് വന്ന് സിസ്റ്ററെ, ലിസ്റ്റ് വന്ന് എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി ഒന്ന് എനിക്ക് നന്ദി പറയണം. അപ്പം പറഞ്ഞു, വേണ്ട നമുക്ക് സാക്ഷ്യം പറയാം എന്ന് പറയുകയുണ്ടായി. എനിക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. കാര്യം വളരെയധികം ഞാൻ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് 2 വീലറാണ് ഉള്ളത്. മഴയത്തും വെയിലത്തുമൊക്കെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാനിങ്ങനെ ആകാശത്തോട്ട് നോക്കും, അമ്മേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ നീലമേഘത്തിൽ എൻ്റെ അമ്മയെ കണ്ട് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയും എനിക്ക് പ്രാർത്ഥിക്കണേ, എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും, നീ എന്തിന് ടെൻഷൻ അടിക്കണേ, ഞാനില്ലേ എന്നുള്ള ഒരു ഭയങ്കര എന്നിട്ട് ഒന്നും എനിക്ക് അത്രയും മനസ്സിന് ടെൻഷൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചെന്ന് അമ്മയുടെ മുഖത്ത് നോക്കി ഒരുപാട് നേരം ഇരിക്കും. എൻ്റെ ഫോൺ എടുക്കുകയാണെങ്കിൽ പോലും എൻ്റെ ഫോണിൽ എൻ്റെ അമ്മയാണ് ഫ്രണ്ടിൽ. ഞാൻ എൻ്റെ അമ്മേൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ എനിക്കാരുമില്ല എനിക്ക് പറയാൻ വേണ്ടി, എൻ്റെ അമ്മ തന്നെ തുണയായിരിക്കണം. സങ്കടം വരുമ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ച് ഞാൻ ഉമ്മ കൊടുക്കും എൻ്റെ മാതാവിന്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ നീ തുണയായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഇന്ന് ഈ അമ്മയുടെ വണക്ക മാസത്തിൽ തന്നെ എനിക്ക് ഇവിടെ വരുവാനും എനിക്ക് സാക്ഷ്യം പറയാനും അമ്മയാണ് എന്നെ ഇവിടെ ഇന്ന് വരുത്തിയത്, ഞാൻ വന്നതല്ല. ഇപ്പോൾ ഞാൻ ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഞാനിപ്പോൾ സീനിയർ അസോസിയേറ്റ് മാനേജറായിട്ട് ഇന്ന് പ്രൊമോഷനായി. എനിക്ക് അതിൽ വളരെയധികം ഞാനും എൻ്റെ കുടുംബവും എല്ലാം വളരെയധികം സന്തോഷിക്കുന്നു. എൻ്റെ അമ്മ മാതാവിനോട് 1000 നന്ദി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ പത്രം വാങ്ങി ഞാൻ കൊടുക്കും ഹോസ്പിറ്റലുകളിലും. ഞാൻ എൻ്റെ അടുത്ത് ആര് പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നാലും അവർക്ക് ഇവിടെ നിന്ന് ഉടമ്പടി വസ്തുക്കൾ വാങ്ങി ഞാൻ അവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കും, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കും. കൂടുതലും ഹിന്ദുക്കളായിട്ടുള്ളവരാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാനിവിടെ വരുമ്പം ഞാൻ ഫോട്ടോ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്കും വേണ്ടി. ഞാൻ പറയും പ്രാർത്ഥിക്കാൻ. ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ അവർക്കും കൊണ്ടു കൊടുക്കും. പിന്നെ ഈ രോഗികൾക്ക് കൊണ്ട് ആഹാരം കൊടുക്കും. അതോടൊപ്പം തന്നെ കൈക്കും കാലിനും സുഖമില്ലാത്ത രോഗികൾക്ക് ഞാൻ പൈസ കൊടുത്ത് ഞാൻ സഹായിക്കും. പിന്നെ ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ ജോലിക്ക് ഇറങ്ങില്ല. ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ശാന്തത എനിക്ക് കിട്ടും. എൻ്റെ വർക്കിൻ്റെ എല്ലാ പ്രഷറും ഞാൻ മറന്നു പോകും. ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോവാറുണ്ട്. ഞാൻ കുമ്പസാരിക്കും. പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ കുടുംബമായിട്ട് കുടുംബ പ്രാർത്ഥനയിലും പങ്കെടുക്കാറുണ്ട്. ഡെയിലി ബ്രേഡ് ഞാൻ കേൾക്കാറുണ്ട് രാവിലെ. അതുപോലെ തന്നെ ബൈബിൾ വായനയുണ്ട്. ബൈബിൾ വായിക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. പള്ളിയിലൊക്കെ പള്ളിയിൽ അച്ഛൻ അവിടെ വന്ന് വായിക്കാനൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ വിക്കിയിട്ടൊക്കെ ഇറങ്ങി വരും. പക്ഷേ ഇപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ബൈബിൾ വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വചനം ഫുള്ള് വായിച്ച് തീർന്നാലും വീണ്ടും വീണ്ടും വായിക്കണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഞാൻ പള്ളിയിലൊക്കെ ഇപ്പോൾ ഏതൊരവസരം വന്നാലും ഞാൻ പോയി വായിക്കാറുണ്ട്. അത് എനിക്ക് ഈ ഉടമ്പടി തന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എൻ്റെ കുടുംബത്തിന് വളരെയധികം സന്തോഷവും സമാധാനവും ലഭിച്ചു. അതുപോലെ തന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ സ്ഥിരമായി ഞാൻ ഉപയോഗിക്കും. ഉടമ്പടി തൈലം ഉപയോഗിക്കും, ഉപ്പ് ഉപയോഗിക്കും. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്കായാലും പഠിത്തത്തിൽ പിന്നോട്ട് നിന്നാലോ എന്താവശ്യത്തിന് അവരൊരു രോഗം വന്നാലോ പെട്ടെന്ന് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കും. അമ്മ മാതാവ് വളരെയധികം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഉടമ്പടിയിൽ വെച്ചതാണ് എനിക്കൊരു വലിയൊരു കടഭാരം ഉണ്ടായിരുന്നു. അതെൻ്റെ മൂന്നാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കലിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനൊരു ഡേറ്റ് വെച്ചാണ് പ്രാർത്ഥിച്ചത്. ഡിസംബർ 7 ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് എനിക്ക് കടഭാരം തീർക്കാൻ അമ്മ എനിക്കൊരു വഴി തരണമെന്ന്. അതുപോലെ തന്നെ ഡിസംബർ 4 എൻ്റെ ഒരു വസ്തു ഒരു 9 വർഷമായിട്ട് വിൽക്കാതെ കിടന്ന ഒരു വസ്തുവായിരുന്നു. അത് ഡിസംബർ 4 അഡ്വാൻസ് ആവുകയും ഡിസംബർ 7 ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയുകയുണ്ടായി. ഇത്രയെല്ലാം ചെയ്തെൻ്റെ ജീവിതം ഇത്രയും ധന്യമാക്കിയ അമ്മ മാതാവിനും ദൈവകുമാരനും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്നും നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 3-4 വചനങ്ങളാണ്. ദൈവസാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിന് സമാധാനവും ശക്തിയും ശാന്തിയും നൽകുന്നത്. രക്ഷയുടെ കിണറ്റിൽ നിന്നും നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കുമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തെ പറ്റിയാണ്. ഉടമ്പടിയിലാവുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും സന്തോഷത്തോടെ അവർ ദൈവത്തെ വിളിക്കുമ്പോൾ ആ സന്തോഷത്തോടെ തന്നെയാണ് ആ രക്ഷയുടെ കിണറ്റിൽ നിന്നും ആ ജലം കോരിയെടുക്കാനായിട്ട് ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കുന്നത്. ഉടമ്പടി ജീവിതം പ്രത്യാശയുടെ സമാധാനത്തിൻ്റെ വഴിയാണ്. ദൈവത്തിൻ്റെ രക്ഷയുടെ ഉറവിടങ്ങളാണ്. ആ ഉറവിടങ്ങളിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. നമ്മുടെ ദുഃഖത്തിൽ ആശ്വാസവും, രോഗത്തിലെ പ്രത്യാശയും, ഭയത്തിലെ ധൈര്യവും, നിരാശയിലെ പുതുജീവനുമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. അവിടുത്തെ പ്രവൃത്തികളെ വിളംബരം ചെയ്യുവാനുള്ള ഓരോ അവസരങ്ങളും പാഴാക്കാതെ ഉടമ്പടി മക്കൾ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും അറിയാത്തവരെ അറിയിക്കുകയും ചെയ്യുന്നത്. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് നാം ഓരോരുത്തരും ഉദ്ഘോഷിക്കുകയാണ് കൃപാസനം ഉടമ്പടിയിലൂടെ. കൃപാസന സന്നിധിയിൽ വന്ന് രക്ഷയുടെ കിണറ്റിൽ നിന്നും സന്തോഷത്തോടെ നമുക്കും ആ വെള്ളം കോരിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. റിനിയുടെ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും സന്തോഷത്തോടെ ജലം കോരിയെടുത്ത ഒരു അനുഭവ സാക്ഷ്യമാണ് റിനി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് 2 വർഷത്തോളം ജോലിയില്ലാതെ വിഷമിച്ച് വീട്ടിലിരുന്നപ്പോഴാണ് കൃപാസനത്തെ പറ്റി യൂട്യൂബിൽ കേൾക്കുകയും അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും
പിന്നീട് വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഈ മകള് ഏതെങ്കിലും ജോലി എന്തെങ്കിലും രീതിയിൽ കിട്ടിയാൽ എടുക്കാമെന്ന ആ വിശ്വാസത്തോടെ, ആ പ്രതീക്ഷയോടെയാണ് ഈ മകള് പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ് ഒരു SBIയിൽ ഒരു സാധാരണ ഒരു ജോലി കിട്ടി. പിന്നീട് അമ്മയുടെ രോഗാവസ്ഥയിൽ ജോലിക്ക് പോകാൻ പറ്റാതായി. പിന്നീട് വന്ന് പെട്ടെന്ന് ഒരു യാദൃശ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു കോൾ കിട്ടുന്നത്, അത് SBIയിൽ. അങ്ങനെയാണ് ഈ മകള് ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ കാശുരൂപം മുറുകെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അമ്മയുടെ സാന്നിധ്യം ഉറപ്പുവെച്ചാണ് ഈ മകൾ ഇൻ്റർവ്യൂവിന് പോയത്. ഒരു നല്ലൊരു സാന്നിധ്യം, അമ്മയുടെ സാന്നിധ്യം ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഈ മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഈ മകൾ പറയുന്നത്. പിന്നീട് അവിടെ തന്നെ ഡെവലപ്മെൻറ്റ് മാനേജർ പോസ്റ്റാണ് ജോലി കിട്ടിയത്. പിന്നീടുള്ള ഒരു പോസ്റ്റിന് വേണ്ടി, ഒരു ഹയർ പ്രൊമോഷന് വേണ്ടിയിട്ട് വളരെ തീക്ഷ്ണമായിട്ട് വർക്ക് ഹാർഡ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ഒരു സീനിയർ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ പ്രയത്നത്തിൽ തന്നെയാണ് അവിടെയും ഈശോയും അമ്മയും ഈ മോളെ കനിഞ്ഞനുഗ്രഹിക്കുകയാണ്. ഇന്ന് പതിവില്ലാതെ പെട്ടെന്നൊരു ആഗ്രഹമാണ് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ പോകണമെന്ന്. അങ്ങനെയാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്ന സമയത്താണ്, ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് മൊബൈലിൽ at 11:27 ഒരു മെസ്സേജ് വരികയാണ്. അത് 5 മാസം കഴിഞ്ഞത്, അതായത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകളുടെ ജീവിതത്തിൽ വീണ്ടും ഇടപെടുകയാണ്. 5 മാസം കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് ഡബിൾ പ്രൊമോഷൻ നൽകിയാണ് ഈശോയും അമ്മയും അനുഗ്രഹിച്ചതായിട്ട് കൃപാസനം അമ്മയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ മകൾക്ക് മെസ്സേജ് വരികയാണ്. അത് ഒരു ഡെവലപ്മെൻറ്റ് മാനേജർ പോസ്റ്റിൽ നിന്ന് സീനിയർ അസോസിയേറ്റ് മാനേജറായിട്ട് SBIയിലേക്ക് ഒരു ഡബിൾ പ്രൊമോഷൻ നൽകി അനുഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരുന്നപ്പോൾ തന്നെ ഈ മെസ്സേജ് വന്നപ്പോൾ ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്ന റിനി പറയുന്നത്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാൻ സാധിച്ചു. ഇന്ന് അമ്മയുടെ സന്നിധിയിൽ വന്നിരുന്നപ്പോൾ ഈ മെസ്സേജ് വന്നതെങ്കിൽ അത് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഈശോ നൽകിയ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് 9 വർഷത്തോളവും കിട്ടാതിരുന്ന വിൽക്കാൻ പറ്റാതിരുന്ന ഒരു സ്ഥലം വിൽപ്പന നടത്തുകയും കടബാധ്യതകൾ എല്ലാം തീർക്കുവാൻ സാധിക്കുകയും ചെയ്തുവെന്നും അത് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെയെല്ലാം നാം കാണുന്നത്, നമുക്ക് മെറിറ്റ് ഇല്ലയെന്ന് തോന്നുമ്പോഴും നമുക്ക് മെറിറ്റാക്കി തരുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്ന ആ ഉടമ്പടി ദൈവം. മക്കളുടെ കാര്യത്തിൽ എന്തു പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും പരിശുദ്ധ അമ്മ ശ്രദ്ധാലുവായ ഒരമ്മയാണ്. കാനായുടെ വിവാഹ വിരുന്നിലെ കുടുംബ പ്രശ്നമാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയെങ്കിൽ ഇന്നും ആ അമ്മ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും നമ്മൾ കണ്ണീരോടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അമ്മയാണ് കാനായിൽ വെച്ച് തന്ന ആ കാര്യം ഇന്നും അമ്മ ചെയ്യുന്നത്. ഈശോയുടെ അരികിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ സന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണീരൊപ്പുന്ന അമ്മയോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൃപാസനം സന്നിധിയിൽ നിന്ന് രക്ഷയുടെ ആ കിണറ്റിലേക്കാണ്, ആ കിണറ്റിലെ സന്തോഷത്തോടെ ജലം കോരുവാനുള്ള ഒരവസരം ഒരുക്കി തരുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം തന്നെ നമുക്കൊരു വഴികാട്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമുക്കും ആ നിത്യജലം കോരിയെടുക്കുവാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷയുടെ കിണറ്റിൽ നിന്നും നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിനെന്ന്. ഒരുപക്ഷെ നാം ആ ജലത്തിന് വേണ്ടി ദാഹിച്ചായിരിക്കാം ഇവിടെ ഇരിക്കുന്നത്. വരണ്ട ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ആ കിണറ്റിൽ നിന്നും സന്തോഷത്തോടെ നമുക്കും ആ ജലം കോരിയെടുക്കാനുള്ള ഒരവസരമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. കർത്താവിന് നന്ദി പറയുവാനുള്ള ആ നാളുകൾക്കായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവാനുള്ള ആ സാഹചര്യത്തിനായിട്ട്, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. റിനിക്കും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിൽ, പ്രത്യേകിച്ചും ഈ ഡബിൾ പ്രൊമോഷന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ദേവാലയത്തിൽ നിൽക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. യേശുവപ്പയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോമി മാത്യൂസ്. ഇപ്പോൾ ന്യൂസിലൻഡിലാണ്. ഞാൻ 2019 ഇവിടെ ആദ്യമായി എത്തിയത്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. ന്യൂസിലൻഡിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ മാത്രം വന്നതാണ്. ആ സമയത്ത് എനിക്ക് കുറച്ച് റബ്ബർ നാട്ടിലുണ്ടായിരുന്നു. അത് വിൽക്കുന്ന സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ വിഷയങ്ങളൊന്നും വെച്ചില്ല.
ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. അത് അന്ന് തന്നെ അത് വിറ്റുപോകാനുള്ള ക്രമീകൾ നടത്തുവാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി. അവിടെ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ PR ലഭിക്കുകയാണെങ്കിൽ മാതാവിൻ്റെ മദ്രസയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന്. വൈകാതെ തന്നെ എനിക്ക് 2 വർഷത്തിനുള്ളിൽ അവിടെ PR ലഭിച്ചു. 2023 ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കാൻ കൃപാസനത്തിൽ എത്തിയത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്ന, മാതാവേ, എനിക്ക് ഉടമ്പടി എടുക്കുമ്പോൾ അങ്ങേ വഹിക്കാനുള്ള ഒരു ഭാഗ്യം തരണമേ എന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് മുമ്പായി ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങേ വഹിക്കാനുള്ള ഭാഗ്യം നൽകിയാട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇവിടെ വന്നു. തീർച്ചയായിട്ടും എനിക്ക് മാതാവിനെ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഉടമ്പടി എല്ലാം ധ്യാനത്തിന് ശേഷം ഓരോരുത്തരെയും സിസ്റ്റർ പേര് വിളിച്ച് അവസാനത്തെ 6ാമത്തെ ആൾ വന്നപ്പോൾ സിസ്റ്റർ ചോദിച്ചു, സ്റ്റുഡൻ്റായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സ്റ്റുഡൻ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ലഭിച്ചില്ല. അത് സ്റ്റുഡൻസിന് അവിടെ നിന്നൊരു മോൾക്ക് അത് കൊടുത്തു. ഉടനെ തന്നെ സിസ്റ്റർ ചോദിച്ചു, മോൾ ഉടമ്പടി എടുത്താണോ എന്ന് ചോദിച്ചു. അപ്പം മോൾ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ബ്രദറിനോട് വന്നാന്ന് പറഞ്ഞു. ബ്രദറിന് ഓൾറെഡി ഒരു ഇത് കിട്ടിയതുകൊണ്ട് സിസ്റ്റർ തിരികെ വാങ്ങിച്ച് അതെനിക്ക് തന്നത്. നോക്കിയപ്പോൾ അത് മാതാവായിരുന്നു. എത്രമാത്രം സന്തോഷം എനിക്ക് അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അത് മാതാവിനെ വഹിച്ചുകൊണ്ട് ഇവിടെ വരാൻ എനിക്കുള്ള ഭാഗ്യം ലഭിച്ചു. ഞാൻ അന്ന് വരാനുള്ളൊരു പ്രധാന കാരണം, ഉടമ്പടി എടുക്കാൻ ഒരു കാരണം നേരത്തെ ഞാൻ പറഞ്ഞൊരു ന്യൂസിൽ എനിക്ക് PR ലഭിച്ചു. ഒപ്പം തന്നെ അവിടുത്തെ മെഡിക്കൽ ടെസ്റ്റ് എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടർ GPയുടെ അടുത്ത് പോയി ടെസ്റ്റുകളുണ്ട്. അതിന് പ്രകാരം എനിക്ക് PSAയുടെ ഇതിലൊരു ചെറിയ വേരിയേഷൻ വന്നു. ഡോക്ടർ പറഞ്ഞു, വീണ്ടും ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. PSAയുടെ വാല്യൂ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. PSA കുറച്ച് ഹൈ ആയി, അതുപോലെ തന്നെ BP-യും കൂടി. പല സന്ദർഭങ്ങളിൽ നാട്ടിൽ അന്ന് വന്നപ്പോഴേ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. എനിക്ക് ഭാഗ്യമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അച്ഛൻ തൈലം പുരട്ടി. ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയി ഇവിടെ. അന്ന് നോർമലായി, BP നോർമലായി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, മരുന്ന് കഴിക്കാൻ എനിക്ക് ഇടവരുതരുതെന്ന്. ഇന്ന് 3 വർഷമായി ഞാൻ BP-ക്ക് ഒന്നിനും മരുന്ന് കഴിക്കുന്നതിൽ നോർമലാണ്. അന്ന് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്ന് അതുപോലെ ഒരു മെയ് മാസം 23-ാം തീയതിയാണ് ഞാൻ 2023 ഉടമ്പടി എടുത്തത്. അച്ഛൻ പ്രാർത്ഥിച്ചു. അത്രയും ചൂടിൽ നിന്ന് അച്ഛൻ നമുക്ക് വേണ്ടി, ഓരോരുത്തർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി. ഇത്രയും ഓരോ രോഗികൾക്ക് വേണ്ടിയും അച്ഛന് സമയമെടുത്താണ് ഓരോ രോഗികളെയും കണ്ടുകൊണ്ടിരുന്നത്. ആ അച്ഛൻ്റെ പ്രാർത്ഥനയാണ് എനിക്ക് ഉടനടി തന്നെ എനിക്ക് ഒരു വിടുതൽ ലഭിച്ച് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ അടുത്ത ദിവസം ഒരു മാസം കഴിഞ്ഞ് ന്യൂസിലൻഡിലേക്ക് മടങ്ങിപ്പോയി. 3 ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്തതിനാൽ പല സ്ഥലങ്ങൾക്ക് ഹോൾട്ടുണ്ട്. 2 രാത്രി എനിക്ക് ഫ്ലൈറ്റിൽ തന്നെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ന്യൂസിലൻഡിലെത്തി. അവിടെ ഉടമ്പടി ജീവിതം നയിച്ചു. ഇടയ്ക്ക് കുറേ കഴിഞ്ഞ് എനിക്കൊരു ഇൻഫെക്ഷൻ വന്നു വയറിൽ. അത് ഹൈ ആൻറ്റിബയോട്ടിക് ഡോക്ടർ നൽകി. കുറേ കോംപ്ലിക്കേഷൻ ആയിരുന്നു. എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം ഞാൻ ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി. അതിനുശേഷം എൻഡോസ്കോപ്പിക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ പേടിച്ചാണ് പോയത്. ഇന്നത്തെ കാലത്ത് എന്തെല്ലാം അസുഖങ്ങൾ നിമിഷ നേരം കൊണ്ട് നമുക്ക് മാറാം. ഇന്ന് ഓക്കെ ആയിരിക്കും, പക്ഷേ നാളെ എന്തുമാകാം. ഉടമ്പടി തൈലം പുരട്ടി ഞാൻ എൻഡോസ്കോപ്പി റൂമിലേക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി കയറി. അവിടെ എൻഡോസ്കോപ്പി ടേബിൾ ഞാൻ ഉപ്പിട്ടു. ദൈവത്തെ വിളിച്ച്, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. റിസൾട്ട് നോർമലായിട്ട് വന്നു. ദൈവത്തിനെല്ലാം മഹത്വവും ഞാൻ നൽകുന്നു. ഒപ്പം തന്നെ അതിനുശേഷം ഒരു ചുഴലിക്കാറ്റിൻ്റെ ഒരു വലിയൊരു പ്രതിസന്ധി ന്യൂസിലൻഡിൽ ഉണ്ടായി. അത് ഗവൺമെൻറ് എല്ലാ പ്രിക്കോഷൻസ് എല്ലാം എടുത്തു, വാണിംഗ് കൊടുത്തു. ഒരാഴ്ച മുമ്പേ അറിയാമായിരുന്നു. ഞാൻ നമ്മുടെ വിശുദ്ധ ഉടമ്പടി വസ്തുവായ വിശുദ്ധ ഉപ്പ് ഭവനത്തിന് ചുറ്റും ഇട്ടു. സത്യം പറഞ്ഞാൽ ആ ഏരിയ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ശക്തമായ ചുഴലിക്കാറ്റ് കൊണ്ട് ഭയങ്കര നഷ്ടങ്ങളുണ്ടായി. ദൈവം അത്ഭുതമായി ആ പ്രാർത്ഥനയിലൂടെ വിടുവിച്ചു. അവിടെ പലരെയും ഉടമ്പടി എടുക്കാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു. പത്രങ്ങളെന്ന് ഞാൻ പറയാറില്ല, പത്രം കൊടുത്ത് ഞാൻ ഒരിക്കലും പറയാറില്ല. അത് യേശുവിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യാനിരുന്ന ഒരു സിസ്റ്ററിൻ്റെ സാക്ഷി ഞാൻ കേട്ടതാണ്. ഈ പത്രമല്ല കൊടുക്കുന്നത്, നമ്മൾ ക്രിസ്തുവിനെ ഓർത്തർക്ക് നമുക്ക് ഏൽപ്പിക്കുകയാണ്. വിശ്വസിച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവായിട്ട് പ്രവർത്തിക്കും. പലർക്കും അവിടെ പള്ളികളിലും ടാക്സി ഡ്രൈവർമാർക്കും പലർക്കും ഞാൻ കർത്താവിന് കൊടുക്കാൻ സാധിച്ചു. പലരെയും ഉടമ്പടി എടുക്കാൻ ഞാൻ സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലാറ്റിൻ അമേരിക്കയിലുള്ള കുറച്ച് പേര്, ഒരാൾക്കാണെങ്കിൽ 3-4 വർഷമായിട്ട്
അവർക്ക് ഉറക്കമില്ല മരുന്നുകൾ കഴിച്ചാലും. ഞാൻ നമ്മുടെ കൃപാസന മാതാവിനെ പറ്റിയും അത്ഭുതങ്ങളെപ്പറ്റിയും ഞാൻ ഷെയർ ചെയ്തു. ഞാൻ നമ്മുടെ ഉടമ്പടി വസ്തുവായ ഉപ്പ് വിശ്വാസപ്രമാണം ഞാൻ ചൊല്ലി അവർക്ക് കൊടുത്തു. അടുത്ത ദിവസം അവർ വളരെ സന്തോഷം, എന്ത് പറയണമെന്ന് അറിയില്ല, അവർ വളരെ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇന്ന് സുഖമായിട്ട് ഉറങ്ങി. ഞാൻ വീണ്ടും അന്വേഷിച്ചു, അവർക്ക് ആ രോഗം മൊത്തം മാറിപ്പോയി, ഉറക്കത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി, അവർ സുഖമായിട്ട് ഉറങ്ങുന്നു. 3-4 വർഷം രാത്രികൾ അവർക്ക് ഉറക്കമില്ല. അതുപോലെ തന്നെ എന്നോട് വേറൊരു കാര്യം അവർ ഷെയർ ചെയ്തെന്നാൽ, അവർ അമ്മ ക്യാൻസറായിട്ട് ചിലിയിലാണ്, കുറച്ച് സീരിയസ് കേസാണ്. അവരത് എന്നോട് പറഞ്ഞു പ്രാർത്ഥന വിഷയമായിട്ട്. ഞാൻ പറഞ്ഞു മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ അവരുടെ വാട്സപ്പിൽ കൊടുത്ത് അവർ അയച്ചു കൊടുത്തു. ആ അമ്മ പ്രാർത്ഥിച്ചു, അവർക്ക് അവിടെ അടുത്ത ദിവസം തന്നെ സൗഖ്യം ലഭിച്ച് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. അതുപോലെ തന്നെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ലാറ്റിൻ അമേരിക്കയിലുള്ള ഒരു സുഹൃത്തിൻ്റെ അമ്മ ആ വ്യക്തിക്ക് ഒരു ഓപ്പറേഷൻ ശേഷം ന്യൂസിലൻഡിൽ വൂണ്ട് ഹീലാകാതിരിക്കുകയായിരുന്നു. അവർക്കും അതുപോലെ തന്നെ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി അത് ഹീലായി. അങ്ങനെ പല കാര്യങ്ങളും അവിടെ മാതാവിൽ കൂടി അത്ഭുതങ്ങൾ സംഭവിച്ചു. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മലയാളി ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി എൻ്റെ വിഷയം പറഞ്ഞ് അവരെ ഉടമ്പടി എടുക്കാൻ സഹായിച്ചു. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം അവർ പറഞ്ഞ് അവർക്ക് അവിടെ ഒരു ഉടമ്പടി വിഷയം അവരുടെ മകൾക്ക് ഓസ്ട്രേലിയയിൽ മക്കളില്ലാതെ ഇരിക്കുകയായിരുന്നു. അവർക്കത് മക്കളുണ്ടായി. അത് വളരെ സന്തോഷത്തോടെ അവരിവിടെ വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞോളാമെന്ന് അവരെന്നെ അറിയിച്ചു. ഒപ്പം തന്നെ ഒരു എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യം എൻ്റെ മകന് വേണ്ടി അവിടെ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിരുന്നു കിട്ടാൻ. പക്ഷേ മാതാവിൻ്റെ യൂട്യൂബിലുള്ള ഇത് എടുത്തുകൊണ്ട് ഞാൻ ആ ബാങ്ക് മാനേജറുടെ മുറിയിൽ കയറി ഒന്നും ചോദിക്കാതെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ പാസ്സായി. ആത്മജീവിതം 2-3 വർഷം കൂടുമ്പോഴായിരുന്നു ഞാൻ വിശുദ്ധ കുമ്പസാരം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിന് ശേഷം എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റി. മാസത്തിൽ 2 പ്രാവശ്യം വിശുദ്ധ കുമ്പസാരിക്കാൻ പറ്റി. ആഴ്ചകളിൽ 2-3 പ്രാവശ്യം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് എനിക്ക് സാധിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ദേവാലയം രോഗസൗഖ്യത്തിന് മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും നിത്യത്തിലേക്ക് നടത്തുന്ന ഒരു കേന്ദ്രമാണ്. അച്ഛൻ അതിനൊരു മുഖാന്തരമാണ്. അച്ഛൻ്റെ കണ്ണീരിൻ്റെയും ഉപവാസത്തിൻ്റെയും കഷ്ടതയുടെയും പ്രാർത്ഥനയുടെയും ജപമാലയുടെയും ഒറ്റ കാരണം കൊണ്ടാണ് മാതാവിടെ പ്രത്യക്ഷപ്പെട്ടത് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ഞാൻ അച്ഛനെ ഓർക്കുന്നുണ്ട്. ഞാൻ പല സന്ദർഭങ്ങളിൽ അച്ഛൻ്റെ സ്വപ്നം കണ്ടു. കഴിഞ്ഞ ദിവസവും അച്ഛൻ്റെ സ്വപ്നം കണ്ടു. നേരത്തെ കണ്ടപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടാണ് ഞാൻ ഡ്രീമിൽ ഞാൻ കണ്ടത്. ഇവിടെ അനേകായിരം പേര്, ലക്ഷം പേര് വരാൻ ആഗ്രഹിച്ചിട്ടും ദൂരെ ഇരുന്ന് സാധിക്കാതെ ഇവിടെ വരാൻ ആഗ്രഹിക്കാത്ത പലരുണ്ട്. എന്നാൽ നമുക്കിന്ന് ഇവിടെ ദേവാലയത്തിൽ വന്ന് മാതാവിൻ്റെ മസ്സയിൽ അഭയം പ്രാപിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ ദേവാലയത്തിൽ അല്പസമയം ഇരിക്കാൻ സാധിച്ചത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ കൃപാസനം എൻ്റെ ജീവിതത്തിൽ ഒരു നിത്യതയ്ക്കൊരു വഴികാട്ടിയായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തുവിനെ കൊടുക്കണം. പലർക്കും നിത്യത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തികളെ നമ്മൾ തീരണം. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. യേശുപ്പയോടും മാതാവിനോടും എൻ്റെ ജീവിതം ഇനിയും തുടർന്നും യേശുപ്പയിലും മാതാവിലും ആശ്രയിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകും. എത്രത്തെ നന്മകൾ തന്നു വാക്കുകൊണ്ട് പറഞ്ഞ് തീരത്തില്ല, ജീവിതം കൊണ്ടും തീരത്തില്ല. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, മാതാവേ നന്ദി. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ പിൻകാവൽക്കാരൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വചനമാണ് നാം കേട്ടത്. ഉടമ്പടി എന്നത് ദൈവം നയിക്കുന്ന വഴിയിൽ വിശ്വാസത്തോടെ നടക്കുക എന്നാണ്. കർത്താവ് നമ്മുടെ മുൻപിൽ നടക്കും. നമുക്ക് മുൻപായി വഴികൾ തുറന്നു തരുന്നു. നമ്മൾ കാണാത്ത അപകടവും പ്രതിസന്ധികളുടെയും മുൻപിൽ ദൈവം തന്നെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ പലപ്പോഴും പിന്നിൽ വിട്ടുപോകുന്ന കാര്യങ്ങളും ഈശോ സംരക്ഷിക്കുകയാണ് ഉടമ്പടിയിലൂടെ. മുൻപിലും പിൻപിലും നമ്മുടെ കൂടെ നിന്ന് കരുതുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. പൂർണ്ണമായ ഒരു സുരക്ഷയാണ് അമ്മ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ഉടമ്പടിയിലൂടെ. ദൈവമാണ് നമ്മുടെ പിൻകാവൽക്കാരൻ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കരം പിടിച്ച് നമ്മുടെ യാത്ര നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയുടെ സംരക്ഷണവും ദൈവത്തിൻ്റെ കാവലും അടുത്തറിഞ്ഞ ഒരു നല്ല സാക്ഷ്യമാണ് ജോമി മാത്യൂസ് നമ്മളോട് ഷെയർ ചെയ്തത്. ആദ്യമായിട്ട് കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായി വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ ഇവിടെ വന്ന നിമിഷം തന്നെ ആ സമയത്ത് റബ്ബറിൻ്റെ വില കുറയുകയും റബ്ബർ ഒത്തിരി വിൽക്കാനാവാതെ കിടക്കുകയായിരുന്നു.
ആ സമയത്താണ് ഇവിടെ വന്ന് പരിശുദ്ധമ്മയുടെ ജസ്റ്റ് അമ്മയുടെ സന്നിധിയിൽ വന്നതേ ഉള്ളൂ. വന്നപ്പോഴേ ഇവിടെ വന്ന് കാല് കുത്തിയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഫോൺ വരികയാണ്, വിൽക്കാതെ കിടന്ന റബ്ബർ വിൽക്കാനായിട്ട് ആൾ വന്നു എന്ന്. അത് തന്നെ ഒരു വലിയ ഒരു അടയാളമായിട്ടാണ് ജോമി നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മാത്രമല്ല, നാം മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി മാറുകയാണ്. മുൻപിലും പിൻപിലും കാവൽ നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത്. ആ അനുഗ്രഹം തന്നെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയും കൃപാസനം പത്രത്തിലൂടെയും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊരു അനുഗ്രഹമായി മാറുന്നത്. ഉടമ്പടിയിൽ ഭയമില്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയോട് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ധൈര്യത്തോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, ദൈവം മുന്നിലും പിന്നിലുമുണ്ട്. പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ വൈകിപ്പോകുന്ന കാര്യങ്ങൾ പോലും ദൈവം ശരിയായ സമയത്ത് നടത്തും എന്ന ഒരു ഉറപ്പാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. നമ്മുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മ നമ്മെ യേശുവിൻ്റെ വഴികളിലൂടെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഈ മകൻ പറഞ്ഞതുപോലെ നിത്യതയിലേക്ക് നയിക്കുന്ന ഒരു കേന്ദ്രമാണ് കൃപാസനം. നമ്മുടെ ജീവിതവും ആ നിത്യതയിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. ജോമിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.